കേരളത്തിൽ UDF വലിയ തിരഞ്ഞെടുപ്പ് വിജയം നേടിയ സാഹചര്യത്തിൽ ഇനി അടുത്ത ഘട്ടം മുഖ്യമന്ത്രി ആര് എന്നാവും. മൂവരിൽ മുഖ്യനാര് എന്ന ചോദ്യത്തിന് പല വിധത്തിലുള്ള ഉത്തരങ്ങൾ ലഭിക്കും. കഴിഞ്ഞ 5 വർഷക്കാലം മുന്നിൽ നിന്ന് നയിച്ച കോൺഗ്രസിനെ UDFനെ ഇത്തരത്തിൽ ഒരു തിളക്കമാർന്ന വിജയത്തിലേക്ക് എത്തിച്ചത് VD സതീശൻ ആണ്. UDFലെ യുവത്വങ്ങൾ VDയെ മുഖ്യനായി കാണാൻ ആഗ്രഹിക്കുന്നു. കൂടാതെ മുസ്ലിം ലീഗും സാദിഖ് അലി തങ്ങളും സതീശനെ ശക്തമായി പിന്തുണയ്ക്കുന്നു. പാർട്ടിയിലെ സീനിയറായ രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണയുമായി കുറേ MLA മാർ ഉണ്ട്. സതീശന് മുൻപ് കോൺഗ്രസിനെ നയിച്ചതും കരിമണൽ ഖനനം, സ്വർണ്ണക്കടത്ത്, KMRL കോഴ ഇത്തരം വിഷയങ്ങളിൽ ശക്തമായ നിലപാടെടുത്തതും തെളിവുകൾ നിരത്തിയതും രമേശ് ചെന്നിത്തലയുടെ പ്രവർത്തന മികവായിരുന്നു എന്ന് കാണാം. മൂന്നാമതായി KC രാഹുൽ ഗാന്ധിയുടെയും ഹൈക്കമാൻഡിൻ്റെയും കോൺഗ്രസിലെ കേരള MP മാരുടെയും ഏകദേശം 52ഓളം MLA മാരുടെയും പിന്തുണ KCക്ക് ഉണ്ടെന്നറിയുന്നു. ഇതൊന്നും അല്ലാതെ 3 സാധ്യതകൾ കോൺഗ്രസിലെന്നും വിസ്മയങ്ങളാണല്ലോ. ചില വിസ്മയങ്ങൾ സംഭവിച്ചാൽ ലീഗിൻ്റെയും മുസ്ലിം തീവ്രവാദ സംഘടനകളുടെയും പിന്തുണയായി പ്രവർത്തിക്കുന്ന ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിക്കുന്ന രീതിയിൽ UDFലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ മുഖ്യമന്ത്രി മുഖമായി കുഞ്ഞാലിക്കുട്ടിയെ പൊതുവായ രീതിയിൽ മുസ്ലിം പ്രീണനത്തിനായി തിരഞ്ഞെടുക്കാം എന്ന ഒരു വിസ്മയം. ഒരു ഗ്രൂപ്പിലും പെടാത്ത മുരളീധരൻ രണ്ടാമത്തെ വിസ്മയം. ഒട്ടും സാധ്യത ഇല്ലെങ്കിലും ശശി തരൂർ എന്ന വിശ്വപൗരൻ മൂന്നാം വിസ്മയം. ഇന്ന് കോൺഗ്രസ് അധ്യക്ഷൻ ഖാർഗെയുടെ ഭവനത്തിൽ ചേരുന്ന യോഗത്തിൽ രാഹുൽ ഗാന്ധിയും KCയും അടങ്ങുന്ന ഉന്നതതല ഹൈക്കമാൻഡ് യോഗം കേരളത്തിലെ മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. അതുവരെ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി അടി തുടരും. പിന്നെ എന്താകുമോ ആവോ.